ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള അധിപതിയായവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. മീഖ പ്രവചിക്കുമ്പോൾ ബേത്ലഹേം ചെറിയൊരു സ്ഥലമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുവിശേഷകൻ ഇങ്ങനെയാണ് ആ ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത്: ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഒട്ടും ചെറുതല്ല. ചെറുതായിരുന്ന ബേത്ലഹേം എഫ്രാത്ത എങ്ങനെ ഇത് ചെറുതല്ലാതായി മാറി? കാരണം അവിടെ ഒരു ജനനം നടന്നു. ആരുടെ ജനനമാണ് അവിടെ നടന്നത്? അവിടെ നടന്ന ജനനം മറ്റാരുടെയുമല്ല, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് യേശു ജനിച്ചാൽ അവൻ ചെറിയവനായിരുന്നാലും, അവൻ തള്ളപ്പെട്ടവനായിരുന്നാലും, അവൻ ഒന്നുമില്ലാത്തവനായിരുന്നാലും, അവൻ യേശു ജനിച്ചതിന് ശേഷം, അവൻ്റെ ഹൃദയത്തിൽ യേശു വന്നതിന് ശേഷം അവൻ പിന്നെ ചെറുതായി മാത്രം ഇരിക്കത്തില്ല, അവൻ്റെ സ്ഥിതികൾ മാറുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയെങ്കിൽ യേശു അകത്തളത്തിൽ ജനിച്ച നിങ്ങൾ ഒട്ടും ചെറിയവരല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആഴമേറിയ പദ്ധതികളുണ്ട്. നിങ്ങൾ ആ കർത്താവിന് വിലയേറിയവരും മാന്യരായവരുമാണ്. ആ ഒരു തിരിച്ചറിവോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ.